ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെർപ്ലെക്സിറ്റിയുടെ കോമറ്റ് എന്ന ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരാളെ ചേർത്ത് $3 വീതം എങ്ങനെ സമ്പാദിക്കാമെന്ന് നോക്കാം. കോമറ്റ് എന്ന ബ്രൗസർ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അതുപോലെയുള്ള ബ്രൗസറിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ കോമറ്റ് എന്ന ബ്രൗസർ. അപ്പോൾ അതിൻ്റെ കോമറ്റ് ബ്രൗസറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് $3 വീതം ലഭിക്കുന്നതും നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോഴും ഓരോ റെഫർ ചെയ്യുന്ന ആൾക്കും $3 വീതം നമുക്ക് ലഭിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ റെഫർ ചെയ്ത $3, അതുപോലെ നമ്മൾ 10 പേരെ റെഫർ ചെയ്താൽ നമുക്ക് $30 കിട്ടും. പ്ലസ് 10 പേര് റെഫർ ചെയ്തതിൻ്റെ ബോണസായിട്ട് ഒരു $100 എക്സ്ട്രാ കിട്ടും. ഇതിപ്പോൾ $1 ഏകദേശം 87 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ റെഫർ ചെയ്യുകയാണെങ്കിൽ 87 രൂപ ഇൻറ്റു 3 ഏകദേശം 260 രൂപ വെച്ച് ഒരാളെ റെഫർ ചെയ്താൽ കിട്ടും. അതായത് 10 പേര് ചേർക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരാൾക്ക് $3 വെച്ച് 10 ഇൻറ്റു 3 $30 കിട്ടും. പ്ലസ് $100 അഡീഷണൽ കിട്ടും. അപ്പോൾ മൊത്തം നമുക്കൊരു $130 കിട്ടും. $130 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11,300 രൂപ വെച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം മറ്റൊരാളുടെ ഇൻവിറ്റേഷൻ ലിങ്കിലൂടെ മാത്രമാണ് ഈ കോമറ്റ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഇൻവിറ്റേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ബ്രൗസർ ഇതുപോലൊരു സൈറ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ നിന്ന് കാണാവുന്നതാണ് ക്ലെയിം ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലെയിം ഇൻവിറ്റേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു കോമറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡൗൺലോഡ് കോമറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് കോമറ്റ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡൗൺലോഡ് കോമറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓപ്ഷൻ വരും. സ്റ്റാർട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ഒരു 14 MB ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നെറ്റ് സ്ലോ ആണ്. ഇപ്പോൾ കാണാവുന്ന അവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആണെന്നുണ്ട്. ലോഞ്ച് കോമറ്റ് എന്നൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഡായി വരും. ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഡൂ ദിസ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് യുവർ പ്രൊഫൈൽ നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. എന്തെങ്കിലും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. അത് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കോമറ്റ് ബ്രൗസർ നമ്മൾ ഡിഫോൾട്ട് ബ്രൗസർ ആക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നോ താങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം സൈൻ ഇൻ ടു അൺലോക്ക് യുവർ ഫുൾ പവർ ഓഫ് കോമറ്റ്. അത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇമെയിൽ ID ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ഇമെയിൽ ID കൊടുക്കണം. എന്നിട്ട് ഇമെയിൽ ID ടൈപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് ഇമെയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ബ്രൗസ് വിത്ത് ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യുക. ഷുവർ വേണ്ട ബ്രൗസ് വിത്ത് ആഡ്സ് സ്കിപ്പ് ചെയ്യുന്ന കൊടുക്കുക. ഇപ്പോൾ നമുക്കിത് കോമറ്റ് ബ്രൗസർ ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഗെറ്റ് $3 ഫോർ ഈച്ച് ഫ്രണ്ട് യു ഇൻവൈറ്റ് ടു കോമറ്റ്. അതായത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഓരോ ഫ്രണ്ടിനും $3 വെച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ഉപയോഗിക്കണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് ഉപയോഗിക്കണം. എന്നാലാണ് റെഫർ ചെയ്ത നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും ഇത് റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. ഇവിടെ ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അവിടെ കൊടുക്കുക. പിന്നെ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ താഴെയായിട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാറില്ലേ, അവിടെ ലോഗിൻ ആയിരിക്കണം. നമ്മുടെ അക്കൗണ്ടിൽ കോമറ്റ് എന്ന ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മുടെ ഇമെയിൽ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് വേണം സെർച്ച് ചെയ്യണം. എന്നാലാണ് അത് വാലിഡ് ആവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ 1 മിനിറ്റ് സെർച്ച് ചെയ്ത് ഉപയോഗിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് ഗെറ്റ് $3 ഫോർ ഈച്ച് യുവർ ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻവൈറ്റ് ആൻഡ് ഏൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഇൻവൈറ്റ് ലിങ്കാണിത്. അത് കോപ്പി ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സിന് വാട്സപ്പ് മുഖേനയോ ഫേസ്ബുക്ക് വഴിയൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരാളെ ചേർത്തുമ്പോൾ $3 വെച്ച് റിവാർഡ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ താഴെ വ്യൂ പേ ഔട്ട്സ് ഓൺ DUB എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ എല്ലാം ഇവിടെ കാണാവുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ പാർട്ട്ണർ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് സൈനപ്പ് ചെയ്യുക. പാസ്വേഡ് നമുക്കൊരു പുതിയ പാസ്വേഡ് കൂടെ ക്രിയേറ്റ് ആവുന്നതാണ്. എന്നിട്ട് സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് യുവർ പാർട്ട്ണർ പ്രൊഫൈൽ, നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കൺട്രി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൊഫൈൽ ടൈപ്പ് ഇൻഡിവിജ്വൽ കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പോൾ ഇതുപോലൊരു യുവർ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഇതൊക്കെ ടിക്ടോക്ക് ഇതൊക്കെ ആഡ് ചെയ്യണമെന്നുള്ള ഓപ്ഷനാണ്, വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഐ വിൽ കംപ്ലീറ്റ് ദിസ് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് പെർപ്ലെക്സിറ്റി, നമ്മുടെ ഏണിങ്സ്, നമ്മൾ എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ടോ അവിടെ ഏണിങ്സ്. ഇപ്പോൾ ഇവിടെ ഏണിങ്സ് 0 ആണ് കാണിക്കുന്നത്. നമുക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ $3 വെച്ച് കിട്ടും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വേറെ ഒരാളുടെ ഡാഷ്ബോർഡ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ റെഫർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏണിങ്സ് ഇവിടെ കാണാം. $3 വെച്ച് കിട്ടിയിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒരു റിവാർഡും കൂടി ഉണ്ട്. ബൗണ്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഏൺ 100 ആഫ്റ്റർ ജനറേറ്റിംഗ് 10 ലീഡ്സ്. അതായത് നിങ്ങൾ 10 പേരെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 എക്സ്ട്രാ കിട്ടും. നിങ്ങൾ 10 പേരെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 എക്സ്ട്രാ. മുൻപ് നമ്മൾ ഓരോരുത്തർ ചേർക്കുമ്പോൾ $3 വെച്ച് കിട്ടിയിരുന്നത്. അപ്പോൾ 10 പേരെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് $30 കിട്ടുള്ളൂ. $30 കൂടെ പ്ലസ് അഡീഷണൽ $100 ഇവർ കമ്പനി തന്നെ നമുക്ക് തരും. അപ്പോൾ നമുക്ക് $130 കിട്ടും. $130 എന്ന് പറഞ്ഞാൽ ഏകദേശം 11,300 അടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ കുറേ പേർക്ക് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ അയാൾ തന്നെ സ്വയം ചെയ്യും. പിന്നെ VPN മാറ്റി മറ്റു രാജ്യങ്ങളെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ VPN ഒക്കെ മാറ്റിയിട്ട് സ്വയം ചെയ്ത് നോക്കുക. നിങ്ങൾ വേറെ ഒരാളുടെ ഇൻവിറ്റേഷൻ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് എടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല. അപ്പോൾ എല്ലാവരും ലിങ്ക് യൂസ് ചെയ്യുക.